എല്ലാ സുഹൃത്തുക്കൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വരുന്ന ഒരാഴ്ചത്തെ നക്ഷത്ര ഫലമാണ്. അശ്വതി തുടങ്ങി രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളുടെയും വാരഫലം. ആദ്യമായി അശ്വതി നക്ഷത്രം. ചിട്ടി അനുകൂലമായി ലഭിക്കും. വിദേശ പഠനത്തിന് അവസരം വന്നുചേരും. മക്കളുടെ പഠനകാര്യത്തിൽ ലക്ഷ്യബോധം ഉണ്ടാക്കിക്കൊടുക്കും. അന്യരുടെ തീരുമാനത്തിൽ അകപ്പെടരുത്. മനസ്സിലെ വൈരാഗ്യ ചിന്തകൾ നിയന്ത്രിക്കണം. ഭാഗ്യ ദിവസം ബുധനാഴ്ചയാണ്. അടുത്തത് ഭരണി നക്ഷത്രമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് അഡ്മിഷൻ ലഭിക്കും. കലാരംഗത്ത് നിൽക്കുന്നവർക്ക് പുരോഗതി ഉണ്ടാകും. വാഹന വിൽപ്പന മേഖലയിൽ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. മറ്റുള്ളവരുടെ വാക്കുകേട്ട് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകരുത്. മൂത്രാശയ രോഗങ്ങൾക്ക് ചികിത്സ വേണ്ടിവരും. ശനിയാഴ്ച മികച്ച ദിവസമാണ്. അടുത്തത് കാർത്തിക നക്ഷത്രം. പുതിയ വാഹനം വാങ്ങുവാൻ സാധിക്കും. വൃദ്ധജനങ്ങളുടെ സ്നേഹം ലഭിക്കും. ഹോട്ടൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങൾ വഴിയും നേട്ടമുണ്ടാകും. ചിരകാല സുഹൃത്ത് കാര്യമില്ലാതെ പിണക്കത്തിലാകും. ഓഹരി വിപണിയിൽ നഷ്ടമുണ്ടാകും. ഞായറാഴ്ച മികച്ച ദിവസമാണ്. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. കുടുംബ വസ്തുതർക്കം പരിഹരിക്കും. കടം കൊടുത്ത രൂപ തിരികെ ലഭിക്കും. ഷെയർ ബിസിനസ്സിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കും. തൊഴിൽ രംഗത്ത് സാമ്പത്തിക നഷ്ടം വന്നു ചേരും. രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവർക്ക് തിരിച്ചടി ഉണ്ടാകും. ഉദര രോഗങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. വെള്ളിയാഴ്ച നല്ല ദിവസമാണ്. അടുത്തത് മകീരം നക്ഷത്രമാണ്. സംഗീത മേഖലയിൽ ഉള്ളവർക്ക് അവസരങ്ങൾ ലഭിക്കും. അതുപോലെ ലോണിന് അപേക്ഷിച്ചിരുന്നവർക്ക് അത് ലഭിക്കുന്നതാണ്. വിദേശ യാത്രയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട്. അവധി യാത്രകൾ സന്തോഷകരമാകും. ഭീഷണികളെ അതിജീവിക്കും. ബന്ധുവിൻ്റെ മരണത്തിൽ ദുഃഖിക്കും. സന്ധിവേദനയ്ക്ക് ചികിത്സ വേണ്ടിവരും. ഭാഗ്യദിനം വ്യാഴാഴ്ചയാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രം. ആത്മീയ കാര്യങ്ങൾക്ക് സമയം ചിലവഴിക്കും. കലാരംഗത്ത് പ്രശസ്തി വർദ്ധിക്കും. സർക്കാർ ജോലിയിൽ അനുകൂലമായ സ്ഥലം മാറ്റമുണ്ടാകും. വിദേശയാത്രയ്ക്കുള്ള തടസ്സങ്ങൾ മാറും. ചെറിയ സാമ്പത്തിക തട്ടിപ്പിന് ഇരയാകുന്നതാണ്. തെറ്റിദ്ധാരണ മൂലം സ്നേഹബന്ധം അകലും. ബുധനാഴ്ച മികച്ച ദിവസമാണ്. അടുത്തത് പുണർദം നക്ഷത്രം. ബഹുമതിയും അംഗീകാരവും തേടി വരും. ചെറുമക്കളുടെ കഴിവുകൾ കണ്ട് ആസ്വദിക്കുവാൻ സാധിക്കും. പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും. കായിക രംഗത്തുള്ളവർക്ക് വിജയ സാധ്യത കാണുന്നുണ്ട്. വസ്തു വിൽപ്പനയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടാകാം. ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതാണ്. ശനിയാഴ്ച മികച്ച ദിവസമാണ്. അടുത്തത് പൂയം നക്ഷത്രമാണ്. വിദേശ പഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. നൃത്തം, സംഗീതം തുടങ്ങിയ രംഗത്തുള്ളവർക്ക് അവസരങ്ങൾ വർദ്ധിക്കും. പുതിയ വാഹനം മാറ്റിവാങ്ങും. വിദേശ ജോലിയിലുള്ളവർക്ക് സ്ഥാനം, സാമ്പത്തിക ഇടിവ് എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രേമബന്ധങ്ങൾ വഷളാകും. ചൊവ്വാഴ്ച മികച്ച ദിവസമാണ്. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. കുടുംബസംഗമം നടക്കും. തർക്ക വിഷയങ്ങളിൽ പരിഹാരമുണ്ടാക്കാൻ സാധിക്കും. രണ്ടാം വിവാഹത്തിനുള്ള തടസ്സം മാറിക്കിട്ടും. സന്താന ഭാഗ്യം ഉണ്ടാകും. കുടുംബവുമായി തീർത്ഥയാത്ര പോകുവാൻ സാധ്യത. കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കാം. മൂത്രാശയ രോഗങ്ങൾക്ക് ചികിത്സ വേണ്ടിവരും. ഭാഗ്യദിനം തിങ്കളാഴ്ചയാണ്. അടുത്തത് മകം നക്ഷത്രമാണ്. യാത്രാകാര്യങ്ങൾ അനുകൂലമാകും. വിദേശത്ത് ജോലി സാധ്യത കാണുന്നുണ്ട്. കായിക മത്സരങ്ങളിൽ വിജയം ഉണ്ടാക്കാൻ സാധിക്കും. ചെറിയ ഭാഗ്യക്കുറികൾ ലഭിക്കും. സാമ്പത്തിക തട്ടിപ്പിന് ഇരയാകും. കച്ചവടത്തിൽ തുടരെ നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഭാഗ്യ ദിവസം ശനിയാഴ്ചയാണ്. അടുത്തത് പൂരം നക്ഷത്രമാണ്. കാർഷിക രംഗത്ത് നേട്ടമുണ്ടാകും. വീട് പുതുക്കിപ്പണിയും. കുടുംബ വസ്തുവിലുള്ള തർക്കം ഒത്തുതീർപ്പാകും. ബിസിനസ്സിൽ നേട്ടം ഉണ്ടാകും. സ്നേഹബന്ധങ്ങൾ തെറ്റിദ്ധാരണ മൂലം അകന്നുപോകും. ദന്ത ചികിത്സ വേണ്ടിവരും. ജോലിയിൽ വീഴ്ചയുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്നിരുന്നാലും ബുധനാഴ്ച നല്ല ദിവസമാണ്. അടുത്തത് ഉത്തരം നക്ഷത്രമാണ്. അധ്യാപക ജോലിയിൽ ഉയർച്ച ഉണ്ടാകും. സ്വർണ്ണ പണയം തിരിച്ചെടുക്കുവാൻ സാധിക്കും. സന്താന ഭാഗ്യത്തിന് സാധ്യത കാണുന്നുണ്ട്. ഗൃഹ ഉപകരണങ്ങൾ മാറ്റിവാങ്ങേണ്ടി വരും.
ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്നവർക്ക് മനക്ലേശം ഉണ്ടാകും. ഭാഗ്യദിനം വെള്ളിയാണ്. അടുത്തത് അത്ത നക്ഷത്രമാണ്. പിതാവിൻ്റെ ആരോഗ്യസ്ഥിതി മോശം അവസ്ഥയിൽ നിന്നും നല്ല അവസ്ഥയിലേക്ക് മാറും. കലാപരമായ ഉയർച്ചയും നേട്ടവും ഉണ്ടാകും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. വാഹനം, ഭൂമി എന്നിവ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമല്ല. ജീവിത പങ്കാളിയുമായി കലഹസാധ്യത കാണുന്നുണ്ട്. ബുധനാഴ്ച ഭാഗ്യ ദിവസമാണ്. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. നഷ്ടപ്പെട്ട വസ്തുക്കളും സാധന സാമഗ്രികളും തിരികെ ലഭിക്കും. ഉയർന്ന പ്രമോഷൻ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ തർക്കങ്ങൾ ഉണ്ടാകാം. രാഷ്ട്രീയപരമായ എതിർപ്പുകൾ നേരിടേണ്ടി വരും. വിനോദയാത്ര മൂലം മനക്ലേശം ഉണ്ടാകും. ശനിയാഴ്ച മികച്ച ദിവസമാണ്. അടുത്തത് ചോതി നക്ഷത്രമാണ്. വിവാഹത്തിന് നല്ല സമയമാണ്. ബന്ധുജനങ്ങളുടെ പ്രീതി സമ്പാദിക്കും. കലാപരിപാടികളിൽ പങ്കെടുക്കുവാൻ അവസരം ഉണ്ടാകും. ഔദ്യോഗിക രംഗത്ത് നേട്ടമുണ്ടാക്കാൻ സാധിക്കും. തൊഴിൽപരമായുള്ള അലച്ചിലുകളും ബുദ്ധിമുട്ടുകളും വന്നു ചേർന്നേക്കാം. സാമ്പത്തികമായ ബാധ്യത ഉണ്ടാകും. ഭാഗ്യ ദിവസമാണ് വ്യാഴം. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. കുടുംബാംഗങ്ങൾക്കൊപ്പം വിനോദ യാത്രയ്ക്ക് അവസരമുണ്ടാകും. സാമ്പത്തികമായ നേട്ടം പ്രതീക്ഷിക്കാം. അകന്നു നിന്ന സുഹൃത്തുക്കളുമായി ഒത്തുചേർന്ന് പോകും. ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകും. കലാകായിക രംഗത്തുള്ളവർക്ക് അനുകൂലമായ സമയം അല്ല. വെള്ളിയാഴ്ച മികച്ച ദിവസമാണ്. അടുത്തത് അനിഴം നക്ഷത്രമാണ്. ബന്ധുക്കളുമായി നിലനിന്നിരുന്ന തർക്കങ്ങൾ പരിഹരിക്കും. തൊഴിൽപരമായി മാറ്റം ഉണ്ടാകും. വീട് പുതുക്കി പണിയും. സന്താനങ്ങൾക്കായി പണച്ചെലവ് ഉണ്ടാകും. ഗൃഹത്തിലും തൊഴിലിടത്തിലും മാനസികമായ സുഖക്കുറവ് അനുഭവത്തിൽ വരും. ഞായറാഴ്ച ഭാഗ്യദിനമാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. തൊഴിൽ രംഗത്ത് നേട്ടമുണ്ടാകും. ബാധ്യതകൾ കുറയും. വിദേശ യാത്രയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. കടം കൊടുത്ത ധനം തിരികെ ലഭിക്കും. പുതിയ പ്രണയബന്ധങ്ങളിൽ ഏർപ്പെടും. മാതാപിതാക്കൾക്ക് അരിഷ്ടതകൾക്ക് സാധ്യത കാണുന്നുണ്ട്. വരവിനേക്കാൾ കവിഞ്ഞ ചിലവ് ശ്രദ്ധിക്കേണ്ടതാണ്. ഭാഗ്യദിനം ചൊവ്വാഴ്ച. അടുത്തത് മൂലം നക്ഷത്രമാണ്. സർക്കാർ പൊതുമേഖല ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും. മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കും. വിനോദയാത്രകളിലൂടെ നിരവധി അനുഭവങ്ങൾ ഉണ്ടാകും. വിവാഹ ആലോചനകൾക്ക് നല്ല സമയമല്ല. ഞായറാഴ്ച നല്ല ദിവസമാണ്. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. വിദേശ യാത്ര നടത്തുവാൻ സാധിക്കുന്നതാണ്. ദൈവാധീനം അനുകൂലമാണ്. സന്താന ലബ്ധിക്ക് സാധ്യത കാണുന്നുണ്ട്. അശ്രദ്ധ പൂർണ്ണമായും ഒഴിവാക്കുക. ചെറിയ അശ്രദ്ധ വലിയ നഷ്ടങ്ങൾക്ക് കാരണമാകും. യോജിക്കാത്ത കൂട്ടുകെട്ടുകൾ അപകടത്തിനും പേരുദോഷത്തിനും കാരണമാകാം. ശനിയാഴ്ച മികച്ച ദിവസമാണ്. അടുത്ത ഉത്രാടം നക്ഷത്രമാണ്. കുടുംബത്തിലെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. മാതാപിതാക്കളിൽ നിന്നും നേട്ടമുണ്ടാകും. പുതിയ വീട്ടിലേക്ക് താമസം മാറും. കുടുംബ സുഹൃത്തുക്കൾ മൂലം വിഷമം അനുഭവിക്കും. അപ്രതീക്ഷിത തിരിച്ചടി ഉണ്ടാകും. ഭാഗ്യദിനം വെള്ളി. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. ഔദ്യോഗികപരമായ നേട്ടങ്ങൾ ഉണ്ടാകും. പുതിയ സുഹൃത്ത് ബന്ധം ഉടലെടുക്കും. തൊഴിൽപരമായ ഉത്തരവാദിത്വം വർദ്ധിക്കും. രോഗങ്ങൾ മൂലം വിഷമിക്കുന്നവർക്ക് ആശ്വാസമുണ്ടാകും. ചില വിഷമതകളുണ്ടാകും. ഭാഗ്യദിനം തിങ്കൾ. അടുത്തത് അവിട്ട നക്ഷത്രമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയം. ഉന്നത വിദ്യാഭ്യാസത്തിന് സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. പൈതൃക സ്വത്ത് വന്നു ചേരും. ആരോഗ്യപരമായ ബുദ്ധിമുട്ട് നേരിടുന്ന സമയമാണ്. അപകീർത്തിയും മാനനഷ്ടവും ഉണ്ടായേക്കാം. വ്യാഴം മികച്ച ദിവസമാണ്. അടുത്തത് ചതയം നക്ഷത്രം. തൊഴിൽ സാധ്യത കാണുന്നു. ബന്ധുക്കളിൽ നിന്നും സഹായ സഹകരണങ്ങൾക്ക് സാധ്യത. പുതിയ ബിസിനസ് തുടങ്ങുവാൻ അനുകൂലമായ സമയം. പുതിയ സൗഹൃദ ബന്ധങ്ങളിലൂടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകും. ഭാഗ്യദിനം ബുധൻ. അടുത്തത് പൂരുരുട്ട നക്ഷത്രം. പൊതുവെ എല്ലാ കാര്യത്തിലും ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സമയമാണ്. കലാരംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. തൊഴിൽ രംഗത്തെ തടസ്സങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. പ്രതികൂലമായ വാർത്തകളൊക്കെ ശ്രവിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകും. തിങ്കളാഴ്ച മികച്ച ദിവസമാണ്. അടുത്തത് ഉത്രട്ടാ നക്ഷത്രം. തുടങ്ങിവെച്ച പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാൻ സാധ്യത. പരീക്ഷാ വിജയം ഈ ആഴ്ച പ്രതീക്ഷിക്കാം. കലാരംഗത്ത് നേട്ടം ഉണ്ടാകും. മാതാവിന് ഉദരസംബന്ധമായ രോഗത്തിന് സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് അനുകൂലമായ സമയമല്ല. ചൊവ്വാഴ്ച കുഴപ്പമില്ലാത്ത ദിവസമാണ്. അവസാനമായി രേവതി നക്ഷത്രം. ജീവിതത്തിലെ സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കും.
കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച വാരമാണ്. വിദേശ ജോലിക്ക് സാധ്യത കാണുന്നുണ്ട്. അനാവശ്യമായ ചിലവ് വഹിക്കേണ്ടി വരും. തൊഴിലിൽ നിന്നും വിട്ടുനിൽക്കേണ്ട അവസ്ഥയും ഉണ്ടാകും. ശനിയാഴ്ച എന്തുകൊണ്ടും ഭേദപ്പെട്ട ദിവസമാണ്. വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.